everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 25th lecture on Process Costing Applications, which is the second module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In the previous lecture, we were discussing about the theoretical aspects related to abnormal gain, and in this lecture we are going to discuss a problem related with abnormal gain. So we are going into the question. In process B, 75 units of a commodity were transferred from process A at a cost of rupees 1310. The additional expenses incurred by the process were rupees 190. 20% of the units entered are normally lost and sold at rupees 4 per unit. The output of the process was 70 units. Prepare process B account and abnormal gain account. അതായത് പ്രോസസ് ബിയിൽ പ്രോസസ് എയിൽ നിന്നും 75 യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി പ്രോസസ് ബിയിലേക്ക് എൻ്റർ ചെയ്തു. ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഇസ് rupees 1310. Then the additional expenses incurred by the process were rupees 190. 190 rupees ആണ് അവിടെ ഉണ്ടായ additional expenses. Then 20% of the units entered are normally lost. എൻ്റർ ചെയ്ത യൂണിറ്റിൽ 20% നഷ്ടമായി. Then and sold at rupees 4 per unit. ആ നഷ്ടമായ യൂണിറ്റ്സിന്റെ റിയലൈസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 4 per unit ആണ്. Then the output of the process was 70 units. പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 70 units ആണ്. Prepare process B account and abnormal gain account. പ്രോസസ് ബി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, വി ആർ ഗോയിങ് ഇൻ ടു ദ സൊല്യൂഷൻ. നമുക്ക് സൊല്യൂഷൻ നോക്കാം. നമ്മുടെ അടുത്ത് പ്രോസസ് ബി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് പോവുകയാണ്. സോ പ്രോസസ് ബി അക്കൗണ്ടിൽ ആദ്യം പറഞ്ഞിരിക്കുന്നവരെന്താണ്, പ്രോസസ് എയിൽ നിന്നും 75 യൂണിറ്റ്സ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അറ്റ് എ കോസ്റ്റ് ഓഫ് rupees 1310. സോ ഡെബിറ്റ് സൈഡിൽ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബി പ്രോസസ് അക്കൗണ്ട് പ്രോസസ് ബി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു പ്രോസസ് എ അക്കൗണ്ട്, അതായത് പ്രോസസ് എയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്സും അതിന്റെ വാല്യൂം എഴുതുക. ക്ലിയർ? ദെൻ അഡീഷണൽ എക്സ്പെൻസസ് ക്വസ്റ്റ്യനിലുണ്ട്, അതും ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ആണ്. ഡെബിറ്റ് ചെയ്തു വാല്യൂ 190. ദെൻ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട് എന്ന് പറഞ്ഞാൽ 20% ഓഫ് ദ യൂണിറ്റ്സ് എൻറ്റേർഡ് ആർ നോർമലി ലോസ്റ്റ്. എൻ്റർ ചെയ്ത യൂണിറ്റ്സിൽ 20% നഷ്ടമായി. നമുക്കറിയാം നോർമൽ ലോസ് ഒക്കെ വരുന്നത്, നോർമൽ ലോസ് ആണ്. സോ അതൊക്കെ വരുന്നത് എവിടെയാണ്? പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുന്നു. ദെൻ ബൈ നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നു. അതായത് 20% ആണ്. എൻ്റർ ചെയ്ത യൂണിറ്റ്സ് എത്രയാണ്? 75ന്റെ 20% നഷ്ടമായി എന്ന് പറഞ്ഞാൽ 75 യൂണിറ്റ്സിന്റെ 20% 15 യൂണിറ്റ്സ് ആണ്. ഈ 15 യൂണിറ്റ്സ് ആണ് നഷ്ടമായത്. ആ 15 യൂണിറ്റ്സിന്റെ റിയലൈസ് ചെയ്യുന്ന വാല്യൂ വെച്ചാൽ പെർ യൂണിറ്റ് 4 rupees വെച്ചിട്ടാണ്. സോ 15 യൂണിറ്റ്സിന് 4 rupees വെച്ചിട്ട് 60 rupees. 15 into 4 60. ക്ലിയർ? ദെൻ നമ്മൾ നോക്കുകയാണ്. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പിന്നെ പറഞ്ഞിട്ടുള്ളത് പ്രോസസ് ബിയുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. സോ നമുക്കൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ടോട്ടൽ 75 യൂണിറ്റ്സ് എൻ്റർ ചെയ്തു. 75 യൂണിറ്റ്സ് ആണ് ടോട്ടൽ എൻ്റർ ചെയ്തത്. അതിൽ 15 അങ്ങ് നഷ്ടമായി. 75 യൂണിറ്റ്സ് എൻ്റർ ചെയ്തതിൽ 15 നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് എത്ര കാണൂ? 60 കാണൂ. അതാണ്ട് കാൽക്കുലേഷൻ. 75 യൂണിറ്റ്സ് എൻ്റർ ചെയ്തതിൽ 15 നഷ്ടമായി എങ്കിൽ 60 ആയിരുന്നു കാണേണ്ടിയിരുന്നത്. ബട്ട് ഇവിടെ എത്രയുണ്ട്? 70 ഉണ്ട്. ക്ലിയർ? 70 ഉണ്ട്. അതായത് നമുക്കവിടെ ഗെയിൻ ആണ്, അബ്നോർമൽ ഗെയിൻ ആണ്. എത്ര യൂണിറ്റിന്റെ? 10 യൂണിറ്റിന്റെ. 60 കാണേണ്ടടുത്ത് 70 ആണുള്ളത്. സോ ഗെയിൻ ആണ്, അത് അബ്നോർമൽ ഗെയിൻ ആണ്. നമ്മൾ എൻട്രി പഠിച്ചതനുസരിച്ച് പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഗെയിൻ ആണെങ്കിൽ വരേണ്ടത്. അബ്നോർമൽ ലോസ് ആണെങ്കിൽ എവിടെയാണ് വരുന്നത്? പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. റെസ്പെക്റ്റീവ് എൻട്രീസ് നമ്മൾ പഠിച്ചതാണ്. പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് അബ്നോർമൽ ലോസ് വരുന്നത്. അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ.
ക്ലിയർ? സോ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുകയാണ്. എത്രയാണ് യൂണിറ്റ്സ്? നമ്മളിപ്പോൾ പറഞ്ഞു 10 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ അബ്നോർമൽ ഗെയിനിന്റെ യൂണിറ്റ്സ് കണ്ടെത്തി 10 ആണ്. അത് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. നമ്മൾ എൻട്രി പഠിച്ചിട്ടുള്ളതാണ്. ക്ലിയർ? ദെൻ നമ്മൾ നോക്കുകയാണ്, നമുക്ക് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കണ്ടെത്തണം. അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് വാല്യൂ കണ്ടെത്തുന്ന ആ സെയിം ഫോർമുല തന്നെയാണ്, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് മാറി യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ ആകും. സോ ഫോർമുല നോക്കിയാൽ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. ഈ ഫോർമുലയിലെ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് നോക്കാം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഈ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന പ്രോസസ് എയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്ന 1310 അഡീഷണൽ എക്സ്പെൻസ് ആയ 190 രണ്ടും കൂടി ആഡ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഈ നോർമൽ ലോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60. സോ 1310 190 കൂടെ ആഡ് ചെയ്യുക, അതിൽ നിന്നും 60 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1440 റുപ്പീസ് 1440 കിട്ടും. അതാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. ഒരു വട്ടം കൂടി പറയാം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഡെബിറ്റ് സൈഡിലെ പ്രോസസ് എയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്ന വാല്യൂ ആയ 1310 അഡീഷണൽ എക്സ്പെൻസസിന്റെ വാല്യൂ ആയ 190 കൂടി കൂട്ടുക. അതിൽ നിന്നും ഈ നോർമൽ ലോസിന്റെ വാല്യൂ ആയ 60 കുറയ്ക്കുക. ദെൻ 1440 കിട്ടും. അതാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ നോർമൽ ഔട്ട്പുട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ 75 യൂണിറ്റ്സ് ആണ് എൻ്റർ ചെയ്തത്. ദെൻ 15 യൂണിറ്റ്സ് പൊയ്ക്കഴിഞ്ഞാൽ 15 യൂണിറ്റ്സ് നോർമൽ ലോസ് പൊയ്ക്കഴിഞ്ഞാൽ നോർമൽ ഔട്ട്പുട്ട് എത്രയാണ് വരേണ്ടുന്നത്? 60. അതായത് 75 യൂണിറ്റ്സ് എൻ്റർ ചെയ്തതിൽ നിന്നും 15 യൂണിറ്റ്സ് നോർമൽ ലോസിലൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 60 ആണ് നോർമൽ ഔട്ട്പുട്ട്. അതാണ് ഇവിടെ 60. ഓക്കെ, ദെൻ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 10. അപ്പോൾ ഫോർമുലയിൽ ഈ എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ എന്ന് പറയുന്നത് 240. ക്ലിയർ? അപ്പോൾ 240 റുപ്പീസ് ആണ് അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ. സോ അത് പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ക്ലിയർ? ഈ കണ്ടുപിടിച്ച 10 യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ അതിന്റെ വാല്യൂ ആണ് ഈ 240. അത് ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ദെൻ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ 75 യൂണിറ്റ്സ് പ്രോസസ് എയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്, 10 യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ. സോ ടോട്ടൽ 85. ദെൻ 15 യൂണിറ്റ്സ് ആണ് നോർമൽ ലോസ് ആൻഡ് ദിസ് 70 യൂണിറ്റ്സ് എന്ന് പറയുന്നത് എവിടുന്നാണ്? നമുക്ക് പ്രോസസ് ബിയുടെ ഔട്ട്പുട്ടാണ്, അതായത് പ്രോസസ് സിയിലേക്ക് പോകാനുള്ള ഔട്ട്പുട്ടാണ്. സോ അത് എത്രയാണ്? 70 ആണ്. അത് ക്വസ്റ്റ്യനിലുണ്ട്. സോ ഈ എമൗണ്ടിൻ്റെ ഈ യൂണിറ്റ്സിൻ്റെ കോളം ടാലി ആവുന്നു. ഓക്കെ, യൂണിറ്റ്സിൻ്റെ കോളം ടാലിയായി. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ നോക്കുന്നത് ഇനി എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ വരികയാണ്. എമൗണ്ട് കോളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ അടക്കം ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ എന്ന് പറയുന്നത് 1740 ആണ്. അതിൽ 60 ഇവിടെ ഉണ്ട്. ദെൻ ബാലൻസിങ് ഫിഗർ ആണ് പ്രോസസ് സിയിലേക്ക് പോകുന്നത്, അതായത് പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ എമൗണ്ട് കോളവും ടാലി ആവുന്നു. ഓക്കെ ആണല്ലോ പ്രോസസ് ബി അക്കൗണ്ട്? സോ നമ്മൾ പ്രോസസ് ബി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. സോ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരികയാണ്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ പ്രോസസ് ബി അക്കൗണ്ടിൽ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെ ആ ഡെബിറ്റ് സൈഡിൽ പ്രോസസ് ബി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രിയാണ് ഇതാ ഇവിടെ വന്നിരിക്കുന്നത്. ഈ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആ സെയിം യൂണിറ്റ് സെയിം വാല്യൂ. ഓക്കെ, ദെൻ നോർമൽ ലോസ് അക്കൗണ്ട്. നമുക്ക് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ വന്ന അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ആ 10ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 4 റുപ്പീസ് 4 പെർ യൂണിറ്റ് ആയിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. സോ 10ന് 4 റുപ്പീസ് വെച്ച് 40 നോർമൽ ലോസ് അക്കൗണ്ട്. ഇത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആണ്. അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്തായിരുന്നു ഈ നോർമൽ ലോസ് അക്കൗണ്ട് ഒക്കെ ക്രെഡിറ്റ് സൈഡിലായിരുന്നു കാണിച്ചിരുന്നത്. ഇത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആണ്. സോ നോർമൽ ലോസ് ഒക്കെ വരുന്നത് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ ആണല്ലോ? ദെൻ അതിൻ്റെ വാല്യൂ വന്നത് ഓക്കെ ആണല്ലോ? സോ
ഇത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ചെയ്യുന്നത് ഇനി ബാലൻസ് ചെയ്യുന്നു. 10 യൂണിറ്റ്സിൻ്റെ കോളം ടാലിയായി. ദെൻ എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുമ്പോൾ 240, ഇവിടെ 40, ദെൻ 200 അതാണ് ബാലൻസ്. നമ്മൾ എൻട്രി പഠിച്ചിട്ടുള്ളതാണ്. ഈ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലെ ബാലൻസും എങ്ങോട്ടേക്കാണ് പോകുന്നത്? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ നമ്മൾ പഠിച്ച എൻട്രി പ്രകാരം അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്, ആ ബാലൻസിങ് ഫിഗർ വരുന്ന ഈ ഭാഗത്ത് ഈ ഡെബിറ്റ് സൈഡിൽ എങ്ങനെയാണ് വരുന്നത്? ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അയക്കും. കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ബാലൻസും അയക്കുന്നത്. നമ്മൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടോ? ക്രെഡിറ്റ് സൈഡിലാണ് ആ കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ള എൻട്രി വന്നിരുന്നത്. ബട്ട് ഈ കേസിൽ അബ്നോർമൽ ഗെയിൻ ആണ്. സോ ഡെബിറ്റ് സൈഡിൽ എൻട്രി വരുന്നു, അതായത് കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അബ്നോർമൽ ലോസ് അക്കൗണ്ടിലെ ബാലൻസും അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലെ ബാലൻസും എങ്ങോട്ടേക്കാണ് അയക്കുന്നത്? കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത്. കറസ്പോണ്ടിങ് എൻട്രി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഈ പ്രോബ്ലം ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. പ്രോബ്ലംസ് ഒക്കെ വളരെ നന്നായി ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിച്ചാലേ മതിയാവും. ഓക്കെ, താങ്ക് യു ഓൾ.